നമസ്കാരം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. 2022 ജൂൺ 9 നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത്. തുടക്കം മലയാള സിനിമയിലൂടെയാണെങ്കിലും അന്യഭാഷാ ചിത്രങ്ങളിലൂടെയാണ് നടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. തമിഴ് സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് നയൻതാര അറിയപ്പെടുന്നത്. പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിലും നടിയുടെ പേര് എത്തിയിരുന്നു. അതേസമയം സത്യൻ അന്തിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ നയൻതാര രണ്ടാമതായി അഭിനയിച്ചത് മോഹൻലാലിനെ നായകനാക്കി സീനിയർ സംവിധായകൻ ഫാസിൽ സംവിധാനം ചെയ്ത വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലാണ്. ആദ്യ സിനിമ മറക്കാനാവാത്ത അനുഭവമാണെങ്കിലും രണ്ടാമത്തെ ചിത്രം അത്ര സുഖകരമായ ഓർമ്മയല്ല എന്ന് സൂപ്പർ നായിക ഒരിക്കൽ പറഞ്ഞിരുന്നു. ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ പ്രശസ്ത ജേർണലിസ്റ്റ് അനുപമ ചോപ്രയോട് സംസാരിച്ചപ്പോഴാണ് നയൻതാര ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനൊപ്പം മുതിർന്ന ചലച്ചിത്ര നിർമ്മാതാവ് ഫാസിലിന്റെ വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് ഓർത്തെടുത്ത നടി ആ സിനിമയുടെ സെറ്റിൽ തന്റെ പരിചയക്കുറവ് കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തി. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു ദിവസം സംവിധായകൻ ഫാസിൽ സാർ എന്നോട് ശരിക്കും ദേഷ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന്. ഒന്നാമതായി മലയാളത്തിൽ അല്ല ഞാൻ ചിന്തിക്കുന്നത്. സിനിമാ ഭാഷ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനിടെ മോഹൻലാൽ സാർ എന്നോട് നയൻ അഭിനയം ഇപ്പോഴും ഉള്ളിൽ നിന്ന് വരണം, അങ്ങനെ വേണം പ്രകടിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഉപദേശം കൂടിയായപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു, നയൻതാര വെളിപ്പെടുത്തി. എന്നാൽ മോഹൻലാലിന്റെ ഉപദേശത്തിന് നയൻതാര ദേഷ്യത്തിൽ മറുപടി നൽകിയപ്പോൾ സൂപ്പർ താരം സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. സാർ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്ന ഡയലോഗിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഈ വാക്കിൽ കരയാനും ആ വാക്കിൽ പ്രണയിക്കാനും ഒക്കെയാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്. എൻ്റെ ഉള്ളിൽ ഇതൊന്നുമില്ല, ആകെയുള്ളത് ഭയം മാത്രമാണ്, ഞാൻ പറഞ്ഞു. അപ്പോൾ മോഹൻലാൽ സാർ ചിരിച്ചുകൊണ്ട് എന്നോടൊരു ബ്രേക്ക് എടുക്കാനാണ് പറഞ്ഞത്, നയൻതാര വെളിപ്പെടുത്തി. അങ്ങനെ ആകെ അസ്വസ്ഥനായ ഫാസിൽ സാർ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ കുറെ നേരം അദ്ദേഹം ചിന്തിച്ചിരുന്നു. 2 മണിക്കൂർ തനിച്ചിരുന്ന ശേഷം എനിക്ക് പ്രോത്സാഹന വാക്കുകളുമായി സാർ തിരിച്ചെത്തി. നോക്ക്, ഞാൻ നിന്നെ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. എനിക്കൊരു നല്ല പ്രകടനം വേണം. എനിക്കൊരു പരാജയമാകാൻ കഴിയില്ല. ഇന്ന് തൽക്കാലം ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്. നാളെ നീ തിരിച്ചു വരും, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, സാർ പറഞ്ഞു. എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ തീരുമാനിച്ചു. പിറ്റേന്ന് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഫാസിൽ സാർ എന്നെ ഒരുപാട് അഭിനന്ദിച്ചു എന്നും നയൻതാര കൂട്ടിച്ചേർത്തു. ഫാസിൽ സംവിധാനം ചെയ്ത വിസ്മയത്തുമ്പത്ത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. മോഹൻലാൽ, മുകേഷ്, നയൻതാര എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച ഈ ചിത്രം മാർക്ക് ലെവിയുടെ 1999 പുറത്തിറങ്ങിയ ഇഫ് ഓൺലി ഇറ്റ് വെർ ട്രൂ എന്ന ഫ്രഞ്ച് നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ നയൻതാര പിന്നീട് തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളൊരാളായി വളരുകയും ചെയ്തു. അതേസമയം നയൻതാര നിരവധി സിനിമകളിൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 2020 നടി നയൻതാര ഡാൻസ് നമ്പറുമായി എത്തിയതും വലിയ വാർത്തയായിരുന്നു. അന്ന് തമിഴിലും തെലുങ്കിലും താരറാണിയാണ് നയൻതാര. എന്നാൽ 2020ലേക്ക് ദിലീപ് വിളിച്ചപ്പോൾ തിരക്കുകൾ മാറ്റിവെച്ച് എത്താൻ നയൻതാര തയ്യാറായി. 3 വർഷങ്ങൾക്ക് ശേഷം നയൻതാര അഭിനയിച്ച മലയാള സിനിമയാണ് 2020. അന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന നയൻതാര 2020ൽ കുറഞ്ഞ പ്രതിഫലമാണ് വാങ്ങിയതെന്നും പ്രതിഫലമേ വാങ്ങിയില്ലെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ നയൻതാരയോ ദിലീപോ വ്യക്തത വരുത്തിയിട്ടില്ല. മലയാളത്തിലെ നടന്മാരിൽ നയൻതാരയുമായി അടുത്ത സൗഹൃദമുള്ള നടൻ ദിലീപാണ്. മാത്രമല്ല, നടിയുടെ വിവാഹത്തിന് ദിലീപ് എത്തിയിരുന്നു. ബോഡിഗാർഡ് എന്ന സിനിമയിൽ ഇരുവരും നേരത്തെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപ് നിർമ്മിച്ച 2020 എന്ന സിനിമയിൽ ഡാൻസ് നമ്പർ ചെയ്യാൻ നടി തയ്യാറായി. ലൈഫ് ഓഫ് ജോസുട്ടി എന്ന ദിലീപ് ചിത്രത്തിൽ അതിഥി വേഷത്തിൽ നയൻതാര എത്തി. അതേസമയം നയൻതാര എപ്പോഴും നിരവധി വിമർശനങ്ങളിലും വിവാദങ്ങളിലും എത്തിപ്പെടാറുണ്ട്. സംവിധായകൻ വിഘ്നേഷ് ശിവനെയാണ് താരം വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വലിയൊരു വിവാദത്തിലാണ് താരം ഇപ്പോൾ തിരികൊളുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നയൻതാരയും വിഘ്നേഷ് ശിവനും വേർപിരിയുന്നുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. നടിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സ്ക്രീൻഷോട്ടാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. വിവാഹം ഒരു അബദ്ധം. ഭർത്താവിന്റെ പ്രവൃത്തികൾക്ക് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല. എന്നെ വെറുതെ വിടൂ. നിങ്ങൾ കാരണം ഞാൻ ഇതിനകം ഒരുപാട് അനുഭവിച്ചു എന്നാണ് വൈറലായ സ്ക്രീൻഷോട്ടിലുള്ളത്. ഇതിന് പിന്നാലെയാണ് നയൻതാര വിഘ്നേഷ് ഗോസിപ്പ് പ്രചരിച്ചത്. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തരൻ. സത്യാവസ്ഥ എന്തെന്ന് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ അന്തരൻ തനിക്ക് ലഭിച്ച ചില വിവരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചു. ഒരു ജോത്സ്യന്റെ പിടിയിൽ നയൻതാര അകപ്പെട്ടു എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാവൂ. പഴനിയിലും മറ്റുമെല്ലാം പോകുമ്പോൾ നയൻതാരയ്ക്കൊപ്പം ഉയരമുള്ള ഒരാളുണ്ട്. അത് ആരാണെന്ന് നോക്കിയപ്പോൾ ഒരു ജോത്സ്യനാണ്. അയാളുടെ ഫേസ്ബുക്കിൽ പോയി നോക്കിയപ്പോൾ ചില പോസ്റ്റുകളുണ്ട്. അജിത് കുമാറിന് ഒരു വിപത്തുണ്ടാവുമെന്ന് പ്രവചിച്ച് 18 ദിവസത്തിനുള്ളിൽ അത് സംഭവിച്ചു. അതേപോലെ നയൻതാരയ്ക്കും ചില പ്രശ്നങ്ങളുണ്ട്. വലിയ വഴക്ക് സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് വലിയൊരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നെല്ലാം ഇയാൾ പ്രവചിച്ചിട്ടുണ്ട്. വലിയ ആളുകളുടെ ജോത്സ്യനാണ് താനെന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. ഇയാളുടെ കാര്യം അറിഞ്ഞ് നയൻതാര വിളിച്ചതാണോ എന്നറിയില്ല. അടുത്തടുത്തായി നയൻതാരയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഈ ജോത്സ്യനുണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നെന്ന് അന്തരൻ വാദിക്കുന്നു. വലിയ ദൈവവിശ്വാസിയാണ് നയൻതാര. ക്ഷേത്രങ്ങൾ ഇടയ്ക്കിടെ സന്ദർശനം നടത്താറുണ്ട്. ക്രിസ്ത്യൻ മതസ്ഥയായിരുന്ന നടി പിന്നീട് മതം മാറുകയായിരുന്നു. വിഘ്നേഷ് ശിവനും വലിയ ഭക്തനാണ്. പുറത്തുവരുന്ന ഗോസിപ്പുകളോട് നയൻതാരയോ വിഘ്നേഷ് ശിവനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം വിഘ്നേഷിന് മുമ്പ് നിരവധി പ്രണയങ്ങൾ നയൻതാരയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നടൻ സിലംബരസൻ എന്ന സിംബു ആയിരുന്നു. വല്ലവൻ സമയത്തായിരുന്നു ഇരുവരുടെയും പ്രണയം മുട്ടിട്ടത്. പക്ഷേ സ്വകാര്യ ചിത്രങ്ങൾ ലീക്കായതോടെ ഇരുവരും വേർപിരിഞ്ഞു. ഇരുവരും വിവാഹിതരാകുമെന്ന്
തന്നെയാണ് പ്രേക്ഷകരും സിനിമാ ലോകവും കരുതിയിരുന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ വേർപിരിയൽ. അടുത്തിടെ പ്രഭുദേവയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് ആദ്യമായി നയൻതാര വെളിപ്പെടുത്തിയിരുന്നു. ബന്ധത്തിലായ ശേഷം തന്നോട് കരിയർ വിടാൻ പ്രഭുദേവ ആവശ്യപ്പെട്ടെന്നാണ് നയൻതാര ഡോക്യുമെന്ററിയിൽ പറഞ്ഞത്. ആദ്യമായാണ് നയൻതാര ഇക്കാര്യത്തിൽ മനസ്സ് തുറക്കുന്നത്. അവസാന ദിവസത്തെ ഷൂട്ടിംഗ് തനിക്ക് മറക്കാനാകില്ല. ആ ഇമോഷണൽ എനിക്ക് വിശദീകരിക്കാനാകില്ല. ഞാൻ വല്ലാതായി. ഞാൻ പോലും അറിയാതെ കരഞ്ഞു. ഞാൻ ഒരുപാട് സ്നേഹിച്ച് ഇതാണ് എനിക്കെല്ലാം എന്ന് കരുതിയ പ്രൊഫഷൻ വിട്ട് കൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്നതൊന്നുമില്ലെന്ന് തോന്നി. ഞാൻ ഇൻഡസ്ട്രി വിട്ടതിന് കാരണം എന്നോട് ആ വ്യക്തി ആവശ്യപ്പെട്ടതാണ്. എനിക്കതൊരു ഓപ്ഷൻ അല്ലായിരുന്നു. നിനക്കിനി വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അന്ന് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കില്ലായിരുന്നു. എന്ത് തരം ആളുകൾക്കൊപ്പമാണ് നിങ്ങൾ ഉള്ളതെന്നും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാവുക മോശം ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. അതെന്നെ പൂർണ്ണമായും തകർത്തു. ഞാനല്ല പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുമെന്ന് അവർ മനസ്സിലാക്കുമെന്ന് താരം ചിന്തിച്ചെന്നും നയൻതാര വ്യക്തമാക്കി. ജീവിതത്തിൽ പിഴവുകൾ പറ്റുന്നതും അതിൽ ഖേദിക്കുന്നതും ഓക്കെയാണ്. ആ വ്യക്തിയെ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ജീവിതത്തിലെ കുറച്ച് വർഷങ്ങൾ നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ലെന്നും നയൻതാര വ്യക്തമാക്കി. അതേസമയം പ്രഭുദേവയുമായി അകന്ന ശേഷം കരിയറിൽ നിന്നും വിട്ടുനിന്ന് നയൻതാരയ്ക്ക് മുൻനിര നായിക സ്ഥാനവും നഷ്ടമായിരുന്നു. എന്നാൽ രാജാറാണി എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് താരം നടത്തി. ലേഡി സൂപ്പർ സ്റ്റാറായി മാറുന്നതും തിരിച്ചുവരവിലാണ്. അതേസമയം പ്രഭുദേവ ബന്ധം തകർന്ന ശേഷം ഇതുവരെയും നയൻതാരയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ആദ്യ വിവാഹബന്ധം നിലനിൽക്കെയാണ് പ്രഭുദേവ നയൻതാരയുമായി അടുത്തത്. റംലത്ത് എന്നായിരുന്നു ആദ്യ ഭാര്യയുടെ പേര്. അന്ന് നയൻതാരയ്ക്ക് പ്രഭുദേവയ്ക്കും എതിരെ റംലത്ത് പരസ്യമായി രംഗത്ത് വന്നതും ചർച്ചയായിരുന്നു. നയൻതാരയുമൊത്ത് ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞ് ലത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 2 കുഞ്ഞുങ്ങളുടെ അച്ഛനായ തന്റെ ഭർത്താവിനെ നയൻതാര തട്ടിയെടുക്കുകയാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവയുടെ ഭാര്യ രംഗത്ത് വന്നത്. അവർ അതിനെതിരെ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. 2010 ലതയും പ്രഭുദേവയും ഡിവോഴ്സായി. വൻ തുക ജീവനാംശമായി പ്രഭുദേവ നൽകി. മക്കളുടെ കാര്യങ്ങളും ഏറ്റെടുത്തു. അടുത്തിടെ പേരിനൊപ്പം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ചേർത്ത് വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി നയൻതാര കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സ്ഥാനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും എന്നാൽ ചില സമയത്ത് അത് പ്രേക്ഷകരിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നുവെന്നും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ നയൻതാര കൂട്ടിച്ചേർത്തു. നിങ്ങളെല്ലാം സ്നേഹത്തോടെ എന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നു. എനിക്ക് ഇത്രയും വലിയൊരു കിരീടം നൽകിയതിന് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ എന്നെ നയൻതാര എന്ന് മാത്രം വിളിച്ചാൽ മതിയെന്ന് എളിമയോടെ അപേക്ഷിക്കുന്നു. കാരണം ഈ പേരാണ് എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഞാൻ ആരാണെന്നത് ആ പേര് പ്രതിനിധീകരിക്കുന്നുണ്ട്. നടി എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയ്ക്കും എന്നാണ് നയൻതാര പറഞ്ഞത്. നയൻതാരയ്ക്ക് തമിഴ് സിനിമാ ലോകം കൊടുത്ത സിംഹാസനം അവർ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് അടുത്തിടെ തമിഴ് ഫിലിം ജേർണലിസ്റ്റ് വിസ്മി വെളിപ്പെടുത്തിയത്. 10 കോടിയും 15 കോടിയും കൊടുത്ത് അഭിനയിപ്പിക്കുന്ന നിർമ്മാതാക്കളെക്കുറിച്ച് ഒരു ദിവസം പോലും ചിന്തിക്കുന്നില്ല. കഥ കേട്ട് സിനിമ ചെയ്യാൻ തയ്യാറായി ഷൂട്ടിങ്ങിനെത്തുമ്പോൾ അഹംഭാവം കാണിക്കുന്നു. ഇങ്ങനെ അഭിനയിക്കില്ല, അങ്ങനെ അഭിനയിക്കില്ല എന്നൊക്കെ പറയുന്നു. മുക്കുത്തി അമ്മൻ 2 ഭക്തി സിനിമയാണ്. മോശം കോസ്റ്റ്യൂം എന്തായാലും കൊടുക്കില്ല. സുന്ദർസി അങ്ങനെ ഒരു സംവിധായകനല്ല. ഒരു കോസ്റ്റ്യൂം കൊടുത്തപ്പോൾ ഈ കോസ്റ്റ്യൂമിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം കരിയറിൽ ഒരു ഇടവേളയിലായിരുന്നു നയൻതാര. പോയ വർഷം പുറത്തിറങ്ങിയ നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയിൽ വിവാദത്തിൽപ്പെട്ടിരുന്നു. ഡോക്യുമെന്ററിക്കായി അനുവാദമില്ലാതെ നാനും റൌഡിതാൻ സിനിമയുടെ രംഗങ്ങൾ ഉപയോഗിച്ചതിന് ധനുഷ് താരത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ഡോക്യുമെന്ററിയിൽ നാനും റൌഡിതാൻ എന്ന സിനിമയിലെ BTS വീഡിയോ ഉപയോഗിച്ചതായിരുന്നു വിവാദത്തിന് ആധാരം. സിനിമയുടെ നിർമ്മാതാവായ ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയൻതാര രംഗത്ത് 3 പേജുള്ള കത്തിലൂടെ നടനെതിരെ രംഗത്തെത്തിയത്. എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ധനുഷ് ഒരുക്കമായിരുന്നില്ല. സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയൻതാര അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത്. 3 സെക്കൻഡ് വീഡിയോ ഉൾപ്പെടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ധനുഷ് 10 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചത്. ഈ സംഭവത്തിൽ നയൻതാര ധനുഷുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടക്കുകയാണ്. ഇതിനിടെ നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും പ്രണയം കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്ന് ധനുഷ് ആരോപിച്ചിരുന്നു. നാനും റൌഡിതാൻ എന്ന സിനിമ പരാജയപ്പെട്ടതിന് കാരണം നയൻതാരയുടെയും വിഘ്നേഷിന്റെയും പ്രണയമാണ്. 4 കോടി ബജറ്റിലാണ് സിനിമ തുടങ്ങിയത്. എന്നാൽ ഇരുവരുടെയും പ്രണയം കാരണം ഷൂട്ടിങ്ങിന് കാലതാമസമുണ്ടായി. പ്രൊഡക്ഷൻ വൈകിയത് കാരണം 12 കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തുവെന്നാണ് ധനുഷ് പറയുന്നത്. ഇന്ന് കൈ നിറയെ സിനിമകളായി കരിയറിലെ തിരക്കുകളാണ് നയൻതാര. കന്നഡ സൂപ്പർ താരം യാഷിനൊപ്പം അഭിനയിക്കുന്ന ടോക്സിക് എന്ന സിനിമ അണിയറിൽ ഒരുങ്ങുന്നുണ്ട്. തമിഴിൽ മൂക്കുത്തി അമ്മന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. രക്കായി എന്ന തമിഴ് സിനിമ റിലീസ് ചെയ്യാനുണ്ട്. ടെസ്റ്റാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവരാണ് ടെസ്റ്റിൽ നയൻതാരയ്ക്കൊപ്പം അഭിനയിച്ചത്. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.